വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ ഹരണ രീതികൾ അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്ന പാഠാവഞ്ഞുങ്ങളെ. അതിൻ്റെ ഞാൻ 1ഉം 2ഉം ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ടേബിൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം എന്നാണ്. നമ്മൾ അതായത് ഗുണനപ്പട്ടിക നല്ലതുപോലെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളെ. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിലെ ആദ്യത്തെ 3-4 കണക്ക് ഞാൻ ഓൾറെഡി ആ ലിങ്കിൽ ഇട്ടതാണ്. ഇനി അത് കിട്ടാത്തവർക്കാണെങ്കിൽ ഞാൻ അതും വേറെ അഡീഷണൽ ക്വസ്റ്റ്യനും കൂടാണ് ഇതിനകത്തിൽ ഇട്ടിരിക്കുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ടോട്ടൽ പ്രൈസ് ഓഫ് 7 pen ഓഫ് ഈക്വൽ റേറ്റ് ഈസ് 98 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 98 രൂപ. ഒരു പേനയുടെ വില എത്ര രൂപയാണ്? ഇംഗ്ലീഷ് മീഡിയക്കാർ അവരുടെ ക്വസ്റ്റ്യൻ നോക്കണേ കുഞ്ഞുങ്ങളെ. മലയാളം മീഡിയക്കാർ അവരുടെ ക്വസ്റ്റ്യനും. അതായത് ടോട്ടൽ പ്രൈസ് ഓഫ് 7 pens ഓഫ് ഈക്വൽ റേറ്റ് ഈസ് 98 rupees. 98 രൂപ ഒരേ വിലയുള്ള 7 പേനയാണ് ആണല്ലോ. ഒരു പേനയുടെ വില ഒരു പേനയുടെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം പേനയുടെ അതായത് ടോട്ടൽ എണ്ണം, നമ്പർ ഓഫ് ടോട്ടൽ പെൻ അല്ലേ, മൊത്തം പേനയുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ? 7 അല്ലേ. ടോട്ടൽ പ്രൈസ് ഓഫ് പെൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒന്നാമത്തെ അറിഞ്ഞിരിക്കേണ്ടത് എന്തറിയോ, ഇങ്ങനെയുള്ള വേർഡ് പ്രോബ്ലം എഴുതുമ്പോൾ സ്റ്റെപ്പ് എഴുതാൻ മറക്കരുത് കേട്ടോ. സ്റ്റെപ്പിനാണ് മാർക്ക് കിട്ടുന്നത് കേട്ടോ. ടോട്ടൽ പ്രൈസ് ഓഫ് എത്ര കുഞ്ഞുങ്ങളെ? ടോട്ടൽ പ്രൈസ് ഓഫ് പെൻ എന്ന് എഴുതിയിട്ട് 7, അതായത് പേനയുടെ എണ്ണം നമുക്ക് 7 തന്നിട്ടുണ്ട്. എന്ന ആകെ വിലയോ മൊത്തം വിലയും തന്നിട്ടുണ്ട്. എത്ര? 98 രൂപയും തന്നിട്ടുണ്ട് അല്ലേ. 7 പെന്നയുടെ ഈക്വൽ റേറ്റ് 98 rupees. സ്റ്റെപ്പ് നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ തന്നെ എഴുതണം. ഞാൻ എഴുതിയത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ ആ രീതിയിൽ തന്നെ വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. അതുപോലെ തന്നെ നോക്കിക്കേ, ഇവിടെ 98 രൂപയാണ് അല്ലേ. എത്ര പേന? 7 പേന. അപ്പോൾ നമ്മളിത് ഡിവൈഡ് ചെയ്യാൻ ആദ്യം പഠിക്കേണ്ടത്, ഇത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ, നമുക്ക് എത്ര ആണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, 98 അല്ലേ 98 അല്ലേ, അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വലിയ ഡിജിറ്റൊക്കെയാണ് തരുന്നെങ്കിൽ, അതായത് 2 അക്കമുള്ള ഇച്ചിരി വലിയ സംഖ്യകളാണ് നിങ്ങൾക്ക് ടേബിളിൽ. ഇപ്പം 2 അക്കമുള്ള കൂടിപ്പോയാൽ 30-40 വരെയൊക്കെ നിങ്ങൾക്ക് ചെല്ലാൻ അറിയത്തുള്ളായിരിക്കും. അതീ വലുതാണ് വരുന്നെങ്കിൽ നിങ്ങൾ 10 വെച്ച് അങ്ങ് ചെയ്തോളാം കേട്ടോ. 10 വെച്ച്. അപ്പം 10 × 7 എങ്ങനെയായി 10 വന്നതെന്ന് ഇപ്പം മനസ്സിലായോ? വലിയ സംഖ്യകൾ, അതായത് ഇപ്പോൾ 60, 70, 80 ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ടേബിളിൽ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ 10 വെച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. 10 × 7 ആണ് 70. മനസ്സിലാവുന്നുണ്ടോ? ഇതെങ്ങനെയാണ് വന്നതെന്നാണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. 7 പേനയുടെ വില 98 എന്നുള്ളത് മൊത്തം പേനയുടെ വിലയാണ്. അപ്പം 98നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 10 ഇവിടാണ് ഇട്ട് കൊടുക്കുന്നത്. 10 × 7 70. എത്ര ആണോ നമ്മൾ എടുത്തത് അതിവിടെ വലത്ത് സൈഡിൽ കൊടുക്കണം. ഇനി രണ്ടാമത് ഈ സ്റ്റെപ്പ് എല്ലാവർക്കും തെറ്റുന്നുണ്ടോ നിങ്ങളെ? 98 നിന്ന് 70 കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ എല്ലാവർക്കും തെറ്റുന്നുണ്ട്. ഈ 98 നിന്ന് 70 കുറച്ചാൽ 28. ഇനി 7ന്റെ ടേബിളാണ് നമ്മൾക്ക് ചോദ്യത്തിൽ 7 അല്ലേ, അപ്പോൾ 7ന്റെ ടേബിളാണ് ചെല്ലേണ്ടത്. 7ന്റെ ടേബിൾ ചെല്ലുമ്പോൾ 28 വരുന്നുണ്ടോ? ഉണ്ടല്ലോ. എത്ര? 7 × 4 ആണ് 28. ശിഷ്ടം അല്ലെങ്കിൽ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 0 ആണ് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 10 × 7 70 എടുത്തു. പിന്നെ 4 × 7 28 എടുത്തു. എന്തൊക്കെയാണോ നമ്മൾ എടുക്കുന്നത് അത് വലത്ത് സൈഡിൽ കൊടുക്കണം. എത്ര വെച്ചാണോ നമ്മൾ ചെയ്യുന്നത് അത് ലെഫ്റ്റ് സൈഡിലും കൊടുക്കണം. അപ്പോൾ എത്ര കിട്ടി? 10ഉം 4ഉം 14 ഇവിടെ കിട്ടിയത്. ഇവിടോ ഇതും അതുപോലെ ഒരുപോലെ ഉള്ളതിനെ അതുപോലെ എഴുതുക. 10, 4, 14, 14 × 7 98. അപ്പോൾ ഒരു പേനയുടെ വില എത്ര കിട്ടും കുഞ്ഞുങ്ങളെ? 14 രൂപ. പ്രൈസ് ഓഫ് എ 1 pen 14. ശിഷ്ടം റിമൈൻഡർ 0യുമാണ്. ഇപ്പോൾ പിടികിട്ടിയോ? സാധാരണ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ രീതിയിലാണ് ഡിവൈഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. എളുപ്പം ഇതാ കുഞ്ഞുങ്ങളെ. പക്ഷേ നിങ്ങൾക്ക് ഈ മോഡലിൽ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിപ്പിച്ചത് കേട്ടോ. ചെയ്യാൻ എളുപ്പം ഇതായിരുന്നു. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഇങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്യാൻ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പഠിപ്പിച്ചത് കേട്ടോ. അടുത്ത 168 രൂപ 8 പേർക്ക് ഒരേപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? 168 രൂപയാണ്. ഇഫ് 168 rupees is shared equally among 8 person, how much will each get? ഓരോരുത്തർക്കും എത്ര കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ഉണ്ട് ഞങ്ങൾ? 168 തന്നിട്ടുണ്ടല്ലേ. എത്ര പേർക്കാണ്? 8 പേർക്ക്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു വലിയ സംഖ്യകളാണെങ്കിൽ, അതായത്
നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അത് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ 50 കൂടുതൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്താ 10 വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇവിടെ 10 വന്നത്. 10 8 80. 168 നിന്നും 80 കുറയ്ക്കുമ്പോൾ 88. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ഓർത്തോണേ. 88 നമ്മൾ എത്ര എടുത്തേ? 10 × 8 അല്ലേ? 10 × 8 കണ്ടോ. പിന്നെ 88. ഈ 88 8ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ? 8ൻ്റെ ടേബിൾ ഉണ്ട്. 10 8 10 × 8 80. എപ്പോഴും രണ്ട് സംഖ്യകൾ വരുമ്പോൾ കുറയ്ക്കുകയാണ് വേണ്ടത്. 88 നിന്ന് 80 പോയാൽ ബാലൻസ് 8 വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്ത എത്ര? 8 × 10 80. ഇനി 8 വരുന്നുണ്ടല്ലോ ബാലൻസ്. ഈ 8ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. ഒരു വട്ടം 1 8 8 ബാലൻസ് 0. അപ്പോൾ എടുത്ത എത്ര? 8 ഒരു 8 8. അപ്പോൾ നമ്മളിവിടെ പൊതുവായിട്ടുള്ളതിനെ അതുപോലെ എഴുതുക. പിന്നെ എത്ര? മറ്റേതിനെയാണ് കൂട്ടേണ്ടത്. 10 10 1 10 10 20 1 21. 21 × 8 എത്ര? 168 കേട്ടോ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എത്ര വന്നേ? 10 10 1. അതായത് 168നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 21 കിട്ടും. അപ്പോൾ ആകെ എത്രയാണ്? 168 രൂപയായിരുന്നു. വീതിക്കേണ്ടത് 8 ആയിരുന്നു. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അല്ലേ, ഓരോരുത്തർക്കും എത്ര കിട്ടുമെന്നാവും നിങ്ങളെ? ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? ഓരോരുത്തർക്കും 21 രൂപ വീതം കിട്ടും കേട്ടോ. മനസ്സിലായല്ലോ. അടുത്ത് The school store needs 1825 notebook. How many pack of 25 notebook are to be bought? സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് പുസ്തകങ്ങൾ വാങ്ങണം. അതിൽ 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണമെന്ന് ചോദ്യം നല്ലപോലെ നോക്കണേ. സ്കൂൾ സ്റ്റോറിൽ 1828 നോട്ട് ബുക്ക് ഉണ്ട്. എത്ര പാക്കാണ് പറഞ്ഞത്? എത്ര? ഹൗ മെനി പാക്ക്? 28 നോട്ട് ബുക്ക് അല്ലേ. അപ്പം നമുക്ക് ആ തന്നിരിക്കുന്നതിൻ്റെ സ്റ്റെപ്പ് എഴുതുക. ഇനി എത്ര? വലിയ സംഖ്യകളായപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞു 10 എടുക്കണം. ഇവിടെ എന്താ 10 എടുക്കാൻ? 10 ആകുമ്പോൾ എന്താ ചെയ്യുന്നറിയോ? ഒരുപാട് സ്റ്റെപ്പ് നമ്മൾ താപ്പോട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇച്ചിരിയും കൂടി വലിയ സംഖ്യകൾ എടുക്കാം കേട്ടോ. 25നെ × 40, അതായത് 25 × 4 100 കേട്ടോ. 25 ഇതങ്ങ് മനഃപാഠമായിട്ട് പഠിക്കണേ നിങ്ങൾ. 25 × 4 100. അപ്പോൾ 25 × 40 1000 കേട്ടോ. ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ. 25 × 4 100. അപ്പോൾ 25 × 40 1000. ഇനി രണ്ടക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ബാലൻസ് 825 വന്നു. ഈ 825 25ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ? നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താണ്? 30 വെച്ച് ചെയ്യാം. 30 × 25 750. ഏത് വെച്ചാണോ നമ്മൾ എടുക്കുന്നത് അതിവിടെ കാണിക്കണം വലതുവശത്ത് കേട്ടോ. അത് മറക്കല്ലേ. ഏത് വെച്ചാണോ നമ്മൾ എടുക്കുന്നത് അത് ഇവിടെ കാണിക്കണം. ഇനി ഇപ്പം നമ്മൾ 30 × 25 750. രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു? കുറയ്ക്കണം. 825 നിന്ന് 750 പോയാൽ ബാലൻസ് 75. 3ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ എന്താ? 3ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 25ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 75 വരുന്നുണ്ടോ? ഉണ്ട്. എത്ര? 5 3 75. അപ്പം മനസ്സിലായോ? 5 3 75. അപ്പോൾ ബാലൻസ് 0. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ നമുക്ക് ഇവിടെ വലത്തുവശം ഇടത്ത് സൈഡിൽ വന്നതെന്ന് വെച്ചാൽ അത് കൂട്ടി ഇവിടെ എഴുതുക. ഇത് കണ്ടോ? ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ്. ഇനി അത്രയും സമയം കളയണ്ട. മനസ്സിലായോ? നിങ്ങളെ കാണാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇട്ടത്. വാട്ട് ആർ ദ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 2? 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 ശിഷ്ടം വരുന്നത് ഏതൊക്കെയാണെന്നാണ്. ഇത്രയേ ഉള്ളൂ. 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരണമെങ്കിൽ എന്താണ്? നമ്മൾ ഇവൻ നമ്പർ ഉണ്ട്. ഇവൻ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഇവൻ നമ്പർ ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകളെ കേട്ടോ. ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഓഡ് നമ്പറും ഇവൻ നമ്പറുകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ റിമൈൻഡർ എത്ര വരണം? 0 വരണമെങ്കിൽ ഇവൻ നമ്പറിനെ ചെയ്താൽ മതി കേട്ടോ. 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരണമെങ്കിൽ ഇവൻ നമ്പറുകളുണ്ട്. ഇവൻ നമ്പർ വെച്ച് ചെയ്യുമ്പോൾ ശിഷ്ടം 0 ആണ് വരുന്നത്. ഓഡ് നമ്പർ ചെയ്യുമ്പോൾ എന്താണ്? ശിഷ്ടം 1 ആയിരിക്കും വരുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞതാണ്, ചെയ്ത് കാണിച്ചതുമാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ലിങ്ക് ഒന്ന് എടുത്ത് നോക്കണേ. ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യകൾ വരാം? ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമങ്ങളായി എഴുതുക. വാട്ട് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 3? റൈറ്റ് ദ പാറ്റേൺ ഓഫ് എ നമ്പേഴ്സ് ലീവിങ് ദ സെയിം റിമൈൻഡർ ഫോർ ഈച്ച് ഓഫ് ദീസ്.
3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായിട്ട് ലഭിക്കുന്ന സംഖ്യകൾ 0, 1, 2 ഇവയിൽ ഏതെങ്കിലും ഒന്നാണ്. അതായത് ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഏതൊക്കെ സംഖ്യകൾ വരാം? ശിഷ്ടം ഏതൊക്കെ വരാം കുഞ്ഞുങ്ങളെ? ആ 3ൽ താഴെയുള്ള സംഖ്യകൾ എന്തായാലും വരും. 0, 1, 2 വരും. സംശയമുണ്ടോ? അതെല്ലാം കഴിഞ്ഞില്ലെങ്കിൽ ചെയ്താൽ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞാണ്, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായിട്ട് ഏതൊക്കെ? 4 കൊണ്ടാണെങ്കിലോ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. 3 കൊണ്ട് 4 കൊണ്ടൊക്കെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0, 1, 2 ഇവ വരും. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 3 ഗിവ് എ റിമൈൻഡർ 0, 1, 2. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്നത് എപ്പോഴും എത്ര ആയിരിക്കും? 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3ൻ്റെ ടേബിൾ നമ്മൾ എഴുതിയിട്ട് ചെയ്താൽ കേട്ടോ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരണമെങ്കിൽ 3ൻ്റെ ടേബിൾ ഓർത്താൽ മതി. അപ്പോൾ എന്താ, അത് ശിഷ്ടം 0 ആയിരിക്കും വരുന്നത്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരണമെങ്കിലോ എന്തോ ചെയ്യണം? അതെ, ഇപ്പം 4നെ നമ്മൾ എന്താ 3 കൊണ്ട് ഇവിടെ ചെയ്താൽ മതി കേട്ടോ. 4നെ നമ്മൾ 3 കൊണ്ട് ചെയ്താലോ 1, 3, 3 ശിഷ്ടം 1 വന്നല്ലോ. ഇനി എത്ര? 7നെ നമ്മൾ ചെയ്താലോ 7നെ 3 കൊണ്ട് ചെയ്താലോ 2, 3, 6 ശിഷ്ടം 1 കണ്ടോ, ശിഷ്ടം 1 വരുന്നത്. അതായത് 4, 7, 3, 13, 16 എന്നീ സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര? 1 ശിഷ്ടം വരും. എന്നാൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വരണമെങ്കിലോ 5, 8, 11, 14 എന്നീ സംഖ്യകൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? ശിഷ്ടം 3 വരും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ. അടുത്ത റെക്റ്റാങ്കിൾ ഡിവിഷൻ മെത്തേഡ്. ഇതാണ് നിങ്ങളുടെ ഡിവിഷൻ മെത്തേഡ്. ചോദ്യം നോക്കിക്കേ. 144 രൂപ 9 പേർക്ക് ഒരുപോലെ വിരിച്ചാൽ if 144 rupees is shared equally between 9 person. 144 രൂപ ഒരേപോലെ വിരിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു എന്താ, ഇച്ചിരി വലിയ സംഖ്യയാണെങ്കിൽ 10 വെച്ച് ചെയ്യണമെന്ന് ആണല്ലോ. ഇപ്പം നോക്കിയേ, 10 വെച്ച്, ഈ 10 വന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായോ? 10 വെച്ച് ചെയ്യണം. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്, ഇതും ക്വസ്റ്റ്യനിലുണ്ട്. അതാ 144 രൂപ 9 പേർക്ക്. 10 × 9 90. നമ്മളേതാ എടുത്തത്? 10 × 9 90 അല്ലേ? അത് 9 × 10 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. 144നെ 90 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 4ൽ നിന്ന് 0 പോയാൽ 4, 14ൽ നിന്ന് 9 പോയാൽ 5, 14ൽ നിന്ന് 9 പോയാൽ 5, 54. ഇനി 9ൻ്റെ ടേബിളിൽ ചെല്ലുമ്പം 54 വരുന്നുണ്ടോ? ഉണ്ടല്ലോ. 6 × 9 54. ശിഷ്ടം എത്ര കിട്ടി? റിമൈൻഡർ 0 കിട്ടി. നമ്മൾ ഏതൊക്കെ സംഖ്യകളാണോ എടുത്തത് അത് വലത്ത് വശത്ത് കാണിക്കണം. നമ്മൾ ആദ്യം എടുത്തത് 9 × 10 ആണ്, പിന്നെ എടുത്തത് 9 × 6 ആണ്. കണ്ടോ, 9 × 10 90, 9 × 6 54. അപ്പം നമുക്ക് എത്ര കിട്ടി? 144 കിട്ടി. 144നെ 9 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 16 കിട്ടി. ഇത് ഇത്രയാണ് ചതുരഹരണം എന്നാണ് ഇതിൽ പറയുന്നത്, റെക്റ്റാങ്കിൾ ഡിവിഷൻ. ഇത് ഇത്രയായിരുന്നു കഴിഞ്ഞ ലിങ്കിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പുതിയ കണക്കിലോട്ട് കയറാം. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ. നോക്കിക്കേ, ചുവടെ സംഖ്യകൾ അടുക്കിയിരിക്കുന്ന രീതി നോക്കൂ. നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ കേട്ടോ. ചുവടെ സംഖ്യകൾ അടുക്കിയിരിക്കുന്ന രീതി നോക്കൂ. അതായത് നമ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഏതാ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ ഇതൊരു റോ ആയിട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പുസ്തകം തുറന്ന് നോക്കണേ നിങ്ങൾ. ഇതുപോലൊരു റോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്കാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്താണ്? 0, 1, 2, 3, 4 ഇങ്ങോട്ട് 1, 2, 3, 4 5 റോ, 5 എന്താ വരി ഇങ്ങോട്ട് അല്ലേ? ഇങ്ങോട്ട് നിര, വരിയും നിരയും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം നോക്കിക്കേ, ഇവിടെ ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? ഹരണഫലം എന്തായിരിക്കും അല്ലേ? അതായത് കോഷ്യൻറ്റും റിമൈൻഡറും എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. 0, 1, 2, 3, 4 എന്ന് അങ്ങോട്ടുണ്ട്, 0, 5, 10 എന്നത് താപ്പോട്ടുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിൽ നമുക്ക് കിട്ടുന്ന ഹരണഫലങ്ങൾ എന്ന് വെച്ചാൽ കോഷ്യൻറ്റും റിമൈൻഡറും, ഹരണഫലവും ശിഷ്ടവും എന്തുമായിരിക്കുമെന്ന്. കോഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരണഫലവും, റിമൈൻഡർ എന്ന് വെച്ചാൽ ശിഷ്ടവുമാണ് കേട്ടോ. ഇനി അതെപ്പോഴും ഓർത്തോണേ, ഞാൻ പറയുമ്പം അതങ്ങ് ഓർത്തോണേ. നോക്കിക്കേ, നമുക്ക് ഒന്നാമത്തെ റോ എടുക്കാം. ഒന്നാമത്തെ വരിയിൽ എന്താ?
0 1 2 3 4 ഒന്നാമത്തെ വരിയാന്ന് വിചാരിക്കണ്ട. 1 നോക്കൂ നിങ്ങളെ, ഒന്നാമത്തെ വരി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫസ്റ്റ് റോ, ഇംഗ്ലീഷുകാർ അത് എഴുതിക്കണം. നമ്പർ ഓഫ് ഫസ്റ്റ് റോ, അതായത് ഒന്നാമത്തെ വരിയിൽ 0 1 2 3 4 എന്നാണ് ആണല്ലോ. ഇത് ഇത്രയാണ് ഒന്നാമത്തെ വരിയിൽ. അതിൻ്റെ ഹരണഫലം എത്ര ആയിരിക്കും? നമ്മൾ എപ്പോഴും ഓർത്തോണം, നമുക്ക് തന്നിരിക്കുന്ന എത്ര കൊണ്ട് ചെയ്യാനാണ്? 5 കൊണ്ട് ചെയ്യാനാണ് കേട്ടോ ഞങ്ങളെ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ 5ൽ താഴെയുള്ള സംഖ്യകളല്ലേ ഇതെല്ലാം? 0 1 2 3 4 എന്നുള്ളത് ഈ 5ൽ താഴെയുള്ള സംഖ്യകളാണ് ആണല്ലോ. ഈ 5ൽ താഴെയുള്ള സംഖ്യകൾ വരുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ഹരണഫലം 0 ആയിരിക്കും. ഇനി ആയാലും ഓർത്തോണം കേട്ടോ. എന്താണ്? തന്നിരിക്കുന്ന സംഖ്യകളേക്കാൾ ചെറിയ സംഖ്യകളാണെങ്കിൽ നിങ്ങൾ 0 ഇട്ട് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പോയിന്റ് ഇട്ടൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, 0 ഇട്ടാൽ മതി. ഇനി ശിഷ്ടം എത്രയായിരിക്കും വരുന്നത്? ശിഷ്ടം എത്രയായിരിക്കും വരുന്നത്? ഇപ്പം അതും എന്തായിരിക്കും? റിമൈൻഡർ 0 1 2 3 4 എന്നായിരിക്കും അതിൻ്റെ ശിഷ്ടം വരുന്നത് കേട്ടോ. 0 അതായത് 0 1 2 3 4 അതായത് ഫസ്റ്റ് നിങ്ങൾ ഇതിങ്ങ് ആലോചിക്കുക എന്താണ്? അതായത് 5നേക്കാൾ ചെറിയ സംഖ്യകൾ വന്നു, 5 കൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത് കൊണ്ടാണ്. 5നേക്കാൾ ചെറിയ സംഖ്യ ആയതുകൊണ്ട് എന്താണ്? കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലം 0 ആയിരിക്കും. ശിഷ്ടം എന്താ? നമുക്ക് ആ തന്നിരിക്കുന്നത് തന്നെയായിരിക്കും എന്ന് ഓർക്കുക. ഫസ്റ്റ് റോയിലാണ്, ഒന്നാമത്തെ വരിയിൽ. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് സെക്കൻഡ് റോയിൽ നമ്പർ ഏതൊക്കെയാണ്? 5 6 7 8 9 സെക്കൻഡ് റോയിൽ. ഓരോന്ന് ഓർത്തോണ്ടോ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ റോ കഴിഞ്ഞു. അതിനകത്തിൽ എന്താണ്? ഇവിടെ 0 ആയിരിക്കും അതിൻ്റെ കോഷ്യൻറ്റും, റിമൈൻഡർ ആയിരിക്കും ഈ കിടക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ റോയിൽ 5 6 7 8 9 എന്നാണ്. എന്താണ്? രണ്ടാമത്തെ വരിയിൽ 5 6 7 8 9 നമ്മുടെ രണ്ടാമത്തെ വരിയിൽ. അപ്പം നമുക്ക് നോക്കാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. പിന്നെ 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് 1 കിട്ടും. 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 1 കിട്ടും. 8നെ 5 കൊണ്ട് ചെയ്യുമ്പോഴും 1 കിട്ടും. പിന്നെ 9നെ 5 കൊണ്ട് ചെയ്യുമ്പോഴും 1 കിട്ടും. എന്ത്? കോഷ്യൻ്റ് ആണ്. കോഷ്യൻ്റ് എന്ന് വെച്ചാൽ ഹരണഫലം. ഇനി റിമൈൻഡർ നോക്കിയേ. ഫസ്റ്റിലത്തേന് 0 കിട്ടി, സെക്കൻഡിന് 1 കിട്ടി, അത് കഴിഞ്ഞ് നോക്കിയേ 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? കണ്ടോ? 0 1 2 3 4. അപ്പോൾ അതിൻ്റെ ശിഷ്ടം അല്ലെ റിമൈൻഡർ കിട്ടിയത് കണ്ടോ? ഇപ്പോൾ മനസ്സിലായോ? ഇനി അതുപോലെ മൂന്നാമത്തെ വരിയിൽ ഏതൊക്കെയാണ്? 10 11 12 13. 10 11 12. അതിനെ നമ്മൾ 10നെ 5 എല്ലാത്തിനെയും എന്തോ കൊണ്ട് ചെയ്യാനാണ് പറഞ്ഞത്? 5 കൊണ്ട് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 10നെ 5 കൊണ്ട് ചെയ്യുന്നു, 11നെ ചെയ്യുന്നു, 12നെ 13 14. ഇതിനെ എല്ലാം 5 കൊണ്ട് ചെയ്തപ്പോഴും നമുക്ക് എന്താണ് കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലം കിട്ടിയത്? 2 ആണ് കിട്ടിയത്. എന്താ നിങ്ങളെ? 2 ആണ് കിട്ടിയത്. എന്നാൽ റിമൈൻഡറോ അല്ലെ ശിഷ്ടം 0 1 2 3 4 എന്നാണ് നമുക്ക് ശിഷ്ടം കിട്ടിയത്. ഇപ്പം മനസ്സിലായോ? അപ്പോൾ കോഷ്യൻ്റ് റിമൈൻഡറും എന്താണ്? ഒന്നാമത്തെ നമ്മൾ ചെയ്തപ്പം കോഷ്യൻ്റ് അല്ലെ ഹരണഫലം 1 കിട്ടി. രണ്ടാമത് നമ്മൾ ചെയ്തപ്പം കോഷ്യൻ്റ് 2 കിട്ടി. ഹരണഫലം ശിഷ്ടം എന്താ? 0 1 2 3 4 എന്നും പറഞ്ഞ് കിട്ടി. ഇനി നാലാമത്തെ വരി അല്ലേ? ഒന്നാമത്തേത് നമുക്ക് കിട്ടി 0 ആയിരുന്നു. രണ്ടാമത്തെ 1, മൂന്നാമത്തെ 2. ഇനി നാലാമത്തെ വരി നമ്പർ ഓഫ് ലാസ്റ്റ് 4 റോയല്ലേ ഉള്ളൂ. 1 2 3 4 5 ഉണ്ട് അല്ലേ? 5 റോ ഉണ്ട്. ഓക്കെ 5. അപ്പം നോക്കിക്കേ 1 2 3 4. ഒന്നാമത്തെ 0 അല്ലായിരുന്നു, 0യുടെ എടുത്തില്ല. അപ്പം 4. നോക്കുക, നാലാമത്തെ വരിയിലെ സംഖ്യകൾ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? 15 16 1 2 3 4. മൊത്തം 4 വരിയാണ്. 14 15 16 15 16 17 18 ഇതാണ് അടുത്ത നാലാമത്തെ വരിയിലെ സംഖ്യകൾ അല്ലേ? 15 16 17 18. നോക്കിയേ, 15നെ നമുക്ക് എല്ലാത്തിനെയും ചോദ്യത്തിൽ 5 കൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 15 16 17 18 19 അല്ലേ? ചെയ്തപ്പോൾ എന്താണ് ഇവിടെ കോഷ്യൻ്റ് കിട്ടിയത് അല്ലെ ഹരണഫലം കിട്ടിയത്? 3 ആണ്. അവിടെയും ശിഷ്ടം നമുക്ക് 0 1 2
3 4 എന്നാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? നോക്കി, ഇവിടെ ഹരണഫലം 3 കിട്ടി, ശിഷ്ടം 0 1 2 3 4. ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ എപ്പോഴും നമുക്ക് തുല്യമാണ് ആണല്ലോ. ശിഷ്ടവും നമുക്ക് എന്താ ഒരുപോലെയാണ് കിട്ടിയത്. ഇവിടെ നോക്കി, എല്ലാ ഹരണഫലവും 3ആണ്. ഇവിടെ എല്ലാ കോഷ്യൻ്റ്, ഹരണഫലം എന്ന് വെച്ചാൽ കോഷ്യൻ്റ് ആണ്. ഇവിടെ എല്ലാം 2ആണ്, ഇവിടെ എല്ലാം 1ആണ്, ഇവിടെ എല്ലാം 0ആണ്, ഇവിടെ എല്ലാം 3ആണ്. ഇതിൽ നിന്നും എന്തോ മനസ്സിലാക്കാം? എന്താ അടുത്ത റോയിലോ കുഞ്ഞുങ്ങളെ? അടുത്ത റോ ഇല്ല. എന്തുകൊണ്ടാണ്? മൊത്തം 1 2 മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 റോയേ ഉള്ളൂ ഇല്ലേ? 4 എണ്ണം. ഇപ്പോൾ പിടികിട്ടിയോ? മൊത്തം 4 വരിയായിരുന്നു അല്ലെ, ലൈന്. ഫസ്റ്റ് റോ, ഇംഗ്ലീഷുകാർക്കാണ് റോ കേട്ടോ, മലയാളംകാർക്ക് വരി. ഒന്നാമത്തെ വരി ചെയ്തു, രണ്ടാമത്തെ വരി, മൂന്നാമത്തെ വരി, നാലാമത്തെ വരി. ഇതെല്ലാം മനസ്സിലായോ? അതായത് ഇതിൻ്റെ എല്ലാം എന്താണ്? കോഷ്യൻ്റ് ഒരുപോലെ ആയിരിക്കും. റിമൈൻഡർ 0 1 2 3 4 എന്നും ആയിരിക്കും. നല്ലപോലെ മനസ്സിലാക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്ത വരുന്നത്. ഈ സെയിം റോയിൽ തന്നെയാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ചോദ്യം തന്നെയാണ്. എന്താ? 0 1 2 3 4 5 6. ഇതിൻ്റെ നമ്മൾ ഇങ്ങോട്ടുള്ളതല്ലേ എടുത്തതെല്ലാം ഇങ്ങനെ. ഇനി ഇങ്ങോട്ട് താഴോട്ടാണെങ്കിലോ നിരയും എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈഫ് നമ്പർ ഇഫ് എനി വൺ കോളം ആറ് ഡിവൈഡ്. ഇത് ഓരോ കോളം അല്ലേ? 1 2 3 4 1 2 3 4. ഇങ്ങോട്ട് നമ്മൾ 1 2 3 4 5 അല്ലേ? ഇവിടെ നോക്കി, ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാലോ? ഇവിടെ ഒരേ നിരയിലെ, ഇതാണ് ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാലോ? നോക്കാം. ആദ്യം 0 5 10 15 അല്ലേ? 0 5 10 15. 0യെ നമ്മൾ എന്താ, ഏതൊരു സംഖ്യയെ 0 വെച്ച് ഡിവൈഡ് ചെയ്താലും ആൻസർ 0 തന്നെ ആയിരിക്കും. ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചേക്കണം. അടുത്തത് നമുക്ക് എത്ര? 5 വെച്ച് ചെയ്യുമ്പോൾ 1 കിട്ടി. അടുത്ത 5 കഴിഞ്ഞാൽ അതാ 10 വെച്ച് ചെയ്തപ്പോൾ 2 കിട്ടി. 3 വെച്ച് 15 വെച്ച് ചെയ്തപ്പോൾ 3 കിട്ടി. അപ്പം നമുക്ക് ഹരണഫലം എത്രയൊക്കെ കിട്ടി? 0 1 2 3 എന്ന് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ്. ഇതിനെ 5 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇതിനെ 5 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇങ്ങോട്ടാണ്, വലത്തോട്ടുള്ള റോയിലെ എല്ലാം കൂടെ ചെയ്തതാണ് നമ്മൾ ആദ്യമേ ചെയ്തത് ഫസ്റ്റ് പേജിൽ അല്ലേ? ഇനി രണ്ടാമത്തതിൽ ഇത് ഇങ്ങോട്ട് താപ്പോട്ടുള്ളത്, മനസ്സിലായോ? താപ്പോട്ടുള്ള കോളത്തിൻ്റെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം പിടികിട്ടിയോ? നോക്കിക്കേ, 5 10 15. അപ്പോൾ 5 10 15 ചെയ്തപ്പോൾ നമുക്ക് എത്ര? 0 1 2 3. ശിഷ്ടം എത്ര? 0 കിട്ടിയത്. അടുത്ത രണ്ടാമത്തെ നിരയിൽ 1 6 11 16. 1 6 11 16. നോക്കിക്കേ, 1 6 11 16. രണ്ടാമത്തെ നിരയിലെയാണ്. രണ്ടാമത്തെ നിരയെ 1നെ നമ്മൾ ചെയ്യുമ്പോൾ 0 തന്നെ ആയിരിക്കും. കാരണം എന്താണ്? 5നേക്കാൾ ചെറുതാണ്. പിന്നെ നമ്മൾ എടുത്തത് 6ആണ് അല്ലേ? രണ്ടാമതെടുത്തത് 6. 6നെ 5 കൊണ്ട് ചെയ്തപ്പോൾ 1, 11നെ 5 കൊണ്ട് ചെയ്തപ്പോൾ 2, 16നെ 5 കൊണ്ട് എടുത്തപ്പോൾ 3. കണ്ടോ? 0 1 2 3. ശിഷ്ടം 1 തന്നെയാണ്. മൂന്നാമത്തെ നിരയിലോ 2 7 11 12 17. 2 7 12 17. ഇതാണ് 2 7 12 17. 2 എന്നുള്ളത് 5നേക്കാൾ ചെറുതായതുകൊണ്ട് അതെപ്പോഴും 0 ആയിരിക്കും. 7 12 17. ഇതിനെ ഡിവൈഡ് ചെയ്തപ്പം 1 2 3 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പം അതും കിട്ടി. ശിഷ്ടം എത്ര ആയിരിക്കും? എല്ലായിടവും ഒരുപോലെ ആയിരിക്കും, 2 ആയിരിക്കും. ഇനി നാലാമത്തെ നിരയിൽ 3 8 13 18. 3 8 13 18. ആദ്യം നോക്കിയേ, 3 എന്നുള്ളത് 5നേക്കാൾ ചെറുതായതുകൊണ്ട് അത് 0 ആണ്. പിന്നോ 8നെ ചെയ്തപ്പോൾ 1, 13നെ ചെയ്തപ്പോൾ 2, 18നെ ചെയ്തപ്പോൾ 3. അപ്പോൾ അതെന്താ? 0 1 2 3. ശിഷ്ടം 3 കിട്ടി. അഞ്ചാം നിര 4 9 14 19. 4 9 14 19. 4 എന്ന് പറയുന്നത് 5നേക്കാൾ ചെറുതായതുകൊണ്ട് അത് 0 ആയിരിക്കും. ഈ 0 വന്ന എന്തുകൊണ്ടാണെന്ന് ആദ്യം മുതലേ ഞാൻ പറയുന്നുണ്ടാണ്. നമുക്ക് എത്ര കൊണ്ടാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറഞ്ഞത്, 5 കൊണ്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. 5ൽ താഴെയുള്ള സംഖ്യകൾ ഏത് വന്നാലും നിങ്ങൾ 0 ഇട്ടാൽ മതി കേട്ടോ. അതുകൊണ്ട് അത് 0. ഇതിനി 9ആണ്. 9നെ ചെയ്തപ്പോൾ കോഷ്യൻ്റ് 9, 14നെ ചെയ്തപ്പോൾ 2, 19നെ ചെയ്തപ്പോൾ 3. അപ്പം 0 1 2 3. അതിൻ്റെ ശിഷ്ടം 4 കിട്ടി. ഇതിൽ നിന്നും വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നോക്കിക്കേ, ഇവിടെ ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റ് എല്ലായിടവും ഒരുപോലെയാണ് വന്നത്.
എന്നാൽ ശിഷ്ടമോ ഫസ്റ്റ് ചെയ്തപ്പോൾ എല്ലാത്തിനും ശിഷ്ടം 0 വന്നു, രണ്ടാമത് ചെയ്തപ്പം എല്ലാത്തിനും 1 വന്നു, മൂന്നാമത് ചെയ്തപ്പോൾ എല്ലാത്തിനും 2 വന്നു, നാലാമത് ചെയ്തപ്പോൾ എല്ലാത്തിനും 3 വന്നു, അഞ്ചാമത് ചെയ്തപ്പോൾ എല്ലാത്തിനും എന്ന് വെച്ചാൽ ഒരേ ശിഷ്ടമായിരിക്കും അല്ലെങ്കിൽ റിമൈൻഡർ ആയിരിക്കും വരുന്നത്. ഹരണഫലം എല്ലാം ഒന്നായിരിക്കും എന്നാണ് ഈ കണക്കിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ കണക്ക് മനസ്സിലായോ? ഒരു ഇച്ചിരി നിങ്ങൾ 5ാം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി വലിയ കണക്കായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല കുഞ്ഞുങ്ങളെ. കാരണം ഞാൻ കഴിഞ്ഞ ലിങ്കിലും അതാ പറഞ്ഞത്, 5ാം ക്ലാസ്സിൽ നിങ്ങൾ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ, ഓണപരീക്ഷയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമോയെന്ന് അത് നല്ലപോലെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് ഓരോ വരിയും കാരണം ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങൾ, ഇത്ര ഒറ്റ അടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. നമുക്കൊരു ബോക്സ് തന്നിരിക്കുകയാണ്. ഈ ബോക്സിനകത്തിൽ അങ്ങോട്ട് വലത്തോട്ടുള്ള വലത്തോട്ടുള്ള കണ്ടോ ഈ ലൈനും ഇത് വലത്തോട്ടുള്ള 1 2 3 4 4 ഉണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ടോ 5 എണ്ണം ഉണ്ട്. മനസ്സിലായോ? ഈ വലത്തോട്ടുള്ള സംഖ്യകളെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, താഴോട്ടുള്ള സംഖ്യകളെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എല്ലായിടവും എന്തായിരിക്കും കോഷ്യൻറ്റും റിമൈൻഡറും അതായത് ഹരണഫലവും ശിഷ്ടവും എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒറ്റയടിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹരണഫലം എല്ലായിടവും ഒരുപോലെയാണ് വന്നത്. ശിഷ്ടം ശിഷ്ടം ഇപ്പം നമ്മൾ 3ാം നിരയിലാണെങ്കിൽ എല്ലാത്തിനും 2 4ാം നിരയിലാണെങ്കിൽ എല്ലാത്തിനും 3 അപ്പോൾ അത് ഒരുപോലെ വരുന്നുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അടുത്ത ചുവടെയുള്ള സംഖ്യകളെ 9ന്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. ഈ മടങ്ങ് എന്ന് വെച്ചാൽ ടൈംസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. ടൈംസ്. ചുവടെയുള്ള സംഖ്യകളെ 9 മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്നത് 11 ആണ്. 11 9ന്റെ 9 അതായത് 11നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11-നകത്ത് 9 ഒരു വെട്ടേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 1 × 9. എപ്പോൾ ചെയ്യുമ്പോഴും വലത്തുവശത്ത് അത് എഴുതണം. നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അതാ ഇതിനെ കള്ളി എന്നൊക്കെയാണ് പറയുന്നത്. കള്ളി എന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ കോളത്തിനിടുന്നതിന് കേട്ടോ, മലയാളത്തിലാണേ. അപ്പം 1 × 9 9 ആണ്. 1 × 9 9. പിന്നെ ബാലൻസ് എപ്പോഴും 2 എണ്ണം വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 11-ൽ നിന്നും 9 പോയാൽ ബാലൻസ് 2, അതായത് മിച്ചം 2 എന്നാണ്. മിച്ചം എന്ന് വെച്ചാൽ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് എത്ര ടൈംസ് എടുത്തു? നമ്മൾ 1 × 9 ആണ് 9, ഒറ്റ വെട്ടമാണ് എടുത്തത്. അപ്പം നമുക്ക് എത്ര ടൈംസ് എടുത്തു അല്ലെ എത്ര മടങ്ങ്? മലയാളംകാരാണ് ഈ മടങ്ങെന്ന് പറയുന്നത്, ഇംഗ്ലീഷുകാർ ടൈംസ് എന്നാണ് എഴുതുന്നത് കേട്ടോ. എത്ര ടൈംസ് ആണ്? ഒരു വെട്ടം അല്ലേ, 1 ടൈംസ്. റിമൈൻഡർ അല്ലെങ്കിൽ മിച്ചം എത്രയാണ്? 2. എല്ലാ ഇംഗ്ലീഷും മലയാളത്തിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ 11 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എത്ര? 1 കിട്ടി, ശിഷ്ടം 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ 111 111 അല്ലേ വന്നു കഴിഞ്ഞാൽ 9 വെച്ച് ചെയ്താൽ എത്രയാണ് നമുക്ക് നോക്കാം. 111നെ 9 വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി വലിയ സംഖ്യ ഉണ്ട് കഴിഞ്ഞാൽ 10 വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. 10 × 9 90 സംശയമുണ്ടോ? 10 × 9 90. അപ്പോൾ നമ്മളിവിടെ എടുത്തത് 10 × 9 90. 119-ൽ നിന്നും 190-ൽ നിന്നും 90 കുറച്ചാൽ ബാക്കി 21 ആണ്, 21 ആണ്. 9ന്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 21 വരുന്നുണ്ടോ? ഇല്ല, 18 വരുന്നുള്ളൂ. അപ്പോൾ 21-ൽ നിന്നും 18 കുറയ്ക്കണം. അപ്പോൾ ബാക്കി അല്ലെങ്കിൽ ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം അല്ലെങ്കിൽ റിമൈൻഡർ 3 വരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 10 × 9 90 കിട്ടും. പിന്നെ 2 × 9 18 അപ്പോൾ നോക്കിയാൽ ഇവിടെ ഏതൊക്കെയാണ്? 10ഉം 2ഉം 12 ഇവിടുത്തെ ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റ്. ഇവിടെ റിമൈൻഡർ എത്ര വന്നു? മിച്ചം 3 വന്നു. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? നമുക്ക് 11 വെച്ച് ചെയ്തപ്പോൾ മിച്ചം മടങ്ങ് 1 കിട്ടി, മിച്ചം 2 കിട്ടി. ഇവിടെ 111 വെച്ച് ചെയ്തപ്പോൾ 12 കിട്ടി, മിച്ചം 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് 1111 എത്ര ഒന്നുണ്ട് നോക്കൂ കുഞ്ഞുങ്ങളെ? 4 ഒന്നാണ്. 1 1 1 1 1111 1111 എന്നാണ്. 11 അല്ലേ നോക്കിക്കേ. 1111നെ 9 വെച്ച് ചെയ്യുക കേട്ടോ. ഇത് ഇച്ചിരി 1000 പുറത്തൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ 100 വെച്ച് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. 100 × 9 10 × 9 90 അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഒരു 0 കൂടി ഇട്ടാൽ മതി. അങ്ങനെയൊക്കെയുള്ള എളുപ്പ വഴികളുണ്ട് കേട്ടോ.
നമുക്ക് 10 × 9 വരെ മാക്സിമം നിങ്ങൾക്ക് അറിയത്തുള്ളതെന്ന് എനിക്കറിയാം. 10 × 9 90. അതുപോലും അറിയാവുമെന്ന് എനിക്കറിയില്ല. ടേബിൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10 × 9 90 അപ്പം 100 × 9 900 1111 നിന്ന് 900 പോയാൽ ബാക്കി 211 211. ഇനി 211 ഏതിൻ്റെയും ടേബിളിൽ, ഏതിൻ്റെ അല്ല 9ൻ്റെ ടേബിളിൽ എലുമ്പം വരുന്നുണ്ടോ? അപ്പോൾ 211 അപ്പം 20ൻ്റെ വെച്ച് ചെയ്യാം കേട്ടോ. 20 × 9 180. 20 × 9 180. 211 180 പോയാൽ ബാക്കി 31. ഈ 20 വന്ന് എങ്ങനെയാണെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും നിങ്ങളെ. കാരണം 211 വരാൻ നിങ്ങൾക്ക് ഇപ്പം 10 വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. 10 × 9 90 അല്ലേ. അപ്പം പിന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ താപ്പോട്ട് ഇങ്ങനെ കോള വിട്ട് ഒത്തിരി അങ്ങ് താപ്പോട്ട് ചെയ്യണം. അപ്പോൾ അതിനൊരു എളുപ്പത്തിന് വേണ്ടിയാണ് 10 എടുക്കാതെ 20 എടുത്തത് കേട്ടോ. 30 ആയിരുന്നെങ്കിലോ അപ്പോൾ 27 വന്നേന്. 3 × 9 27 അല്ലേ. അപ്പോൾ ഇതിൽ കൂടുതൽ വരും. അത്രയും കൂടുതൽ വരാൻ പറ്റത്തില്ല, കുറവേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 20 × 9 180 വന്നത്. 211 നിന്ന് 180 പോയാൽ 31. ഈ 31 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. 9 3 27 വരുന്നുണ്ട്. 31 നിന്ന് 27 പോയാൽ ബാലൻസ് 4 വരും. റിമൈൻഡർ അല്ലെങ്കിൽ മിച്ചം അല്ലെങ്കിൽ എന്താ റിമൈൻഡർ ശിഷ്ടം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് 100 × 9 900 ആയിരുന്നു. 20 × 9 180. 9 × 3 27. ഏതൊക്കെ സംഖ്യകൾ കൊണ്ടാണോ നമ്മൾ ചെയ്തത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഏതൊക്കെ സംഖ്യകളായിരുന്നു ഇതൊക്കെ അല്ലേ. 900 180 27 കണ്ടോ. ഇത് നിങ്ങൾക്ക് ഈ ടോട്ടൽ, അതായത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 1111 നമുക്ക് കിട്ടണം. പക്ഷേ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1111 കിട്ടത്തില്ല. കാരണം എന്താണ്? ഇവിടെ ഒരു ശിഷ്ടം 4 വന്നുണ്ട്. ആ ശിഷ്ടവും കൂടി കൂട്ടുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ. ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ശിഷ്ടവും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 1111 കിട്ടുന്നത്. അതായത് 1111 ഡിവൈഡ് 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 20 3 123 ശിഷ്ടം 4. അപ്പം മനസ്സിലായോ? 3 അതാ. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ ഇതെന്തോ മനസ്സിലാവും നിങ്ങളെ. 11നെ 9 വെച്ച് ചെയ്തപ്പം 1 മിച്ചം 2 കിട്ടി. 111നെ 9 വെച്ച് ചെയ്തപ്പം 12 3 കിട്ടി. 1111നെ 9 വെച്ച് കഴിഞ്ഞപ്പം 123 4 കിട്ടി അല്ലേ. അതായത് നിങ്ങൾക്കിതൊരു പാറ്റേൺ ആയിട്ട് തയ്യാറാക്കാനാണ് ചോദിക്കുന്നത്. 11 ഡിവൈഡ് 9 മടങ്ങ് എന്ന് വെച്ചാൽ ടൈംസ് എന്ന് ഇംഗ്ലീഷുകാർ എഴുതി കേട്ടോ. ടൈംസ് 1 ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്ര 2 അല്ലേ. 11നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി, ശിഷ്ടം 2 കിട്ടി. 111നെ 9 വെച്ച് ചെയ്തപ്പോൾ 12 കിട്ടി, 3 കിട്ടി. 1111നെ 9 വെച്ച് ചെയ്തപ്പം 123 കിട്ടി, ശിഷ്ടം 4 കിട്ടി. അപ്പം 1 12 123. അപ്പം നമ്മളെ 4 1 കൊടുത്താലോ എങ്ങനെ വരും? മടങ്ങ് എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 1 2 3 4. ശിഷ്ടം അതായത് റിമൈൻഡർ 5 വരും. ഇപ്പോൾ പിടി കിട്ടിയോ? ഇങ്ങനൊരു ഫ്ലോ ചാർട്ട് പാറ്റേണും ഒക്കെ, ഫ്ലോ ചാർട്ടല്ല പാറ്റേൺ തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എത്ര? 1 2 3 4. ഒരു 5 എണ്ണമാണെങ്കിലോ 5 ഡിവൈഡ് 9 ആണെങ്കിലോ ഈ മടങ്ങെന്നുള്ളതിന് ഇംഗ്ലീഷുകാർ ടൈംസ് എന്നാണ് എഴുതുന്നത്. ടൈംസ് 1 2 3 4 5 ഇട്ട് കൊടുക്കുക. റിമൈൻഡറോ ശിഷ്ടം റിമൈൻഡർ 6 വരും. ഇത് ചെയ്യാനാണ് ഇതാണ് നമ്മൾ മുമ്പ് ചെയ്തതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഇതങ്ങ് മനസ്സിലാക്കണം കേട്ടോ. അപ്പം പിടിയിട്ടോ? 11നെ 9 വെച്ചായപ്പം 1, 111നെ 9 ആയപ്പോൾ 12. ഇത് മനസ്സിലായെങ്കിൽ ഇത് ഓരോന്ന് കൂടുക. കണ്ടോ, ശിഷ്ടം ഓരോന്ന് കൂടിക്കൊണ്ടേയിരിക്കും. ഇത്രയേ ഉള്ളൂ. അടുത്തത്, ചുവടെയുള്ള സംഖ്യകളെ 8ൻ്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. ചുവടെയുള്ള ഇപ്പം ചെയ്ത അതേ രീതി തന്നെ നിങ്ങൾ 9നെ 8ൻ്റെ മടങ്ങ്, അതായത് 9നെ 8 വെച്ച് ചെയ്യുക. 9നകത്ത് 8 ഒരു വെട്ടം 1 × 8 8. അപ്പം നമുക്ക് എത്ര കിട്ടി? മടങ്ങെന്നുള്ളതിന് എന്താ പറയാം ഇംഗ്ലീഷുകാർ ടൈംസ്, മിച്ചം എന്ന് വെച്ചാൽ റിമൈൻഡർ കേട്ടോ.
അപ്പോൾ ടൈംസ് 1 മിച്ചം 1. ഇനി 98 ആണെങ്കിൽ ഇത് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. 98 ആണെങ്കിൽ 8 വെച്ച് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞു 50 കൂടുതലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ 10 വെച്ച് ചെയ്യുക. 10 × 8 80. 98 നിന്നും 80 പോയാൽ ബാലൻസ് 18 വരുന്നുണ്ട്. 18. ഈ 8ൻ്റെ ടേബിളിൽ 18 എത്ര വട്ടം വരും? 2 വട്ടം. 2 × 8 16. 16. 18 നിന്ന് 16 പോയാൽ ബാലൻസ് 2 വരും. 2 × 8 16. ആദ്യം നമ്മൾ എഴുതിയത് 10 × 8 ആണ് 80. പിന്നെ എടുത്തത് 2 × 8 ആണ് 16. അപ്പം നമുക്ക് എത്ര കിട്ടി? 12 × 8 96 വരുന്നുണ്ട്. ശിഷ്ടം രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ചോദ്യമായ 98 കിട്ടുന്നത്. മനസ്സിലായോ? ചോദ്യം ക്വസ്റ്റ്യൻ 98 ആണ്. 98 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടിയ ആൻസറുകൾ കൂട്ടണം. കൂട്ടിയിട്ട് ഈ മിച്ചം വരുന്ന, അതായത് ശിഷ്ടം റിമൈൻഡറൂടെ കൂട്ടിയെങ്കിലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അടുത്ത 987. 987നെ 8 വെച്ച് ചെയ്യാം. ഇച്ചിരി വലിയ സംഖ്യ ആണെങ്കിൽ 100 വെച്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു. 100 × 8 800 ആണ്. ബാലൻസ് 187 വരുന്നുണ്ട്. ആദ്യം നമ്മൾ എടുത്തത് 100 × 8 800 ആണ്. ബാലൻസ് 187 വന്നു. 187 8ൻ്റെ ടേബിളിൽ അറിയാമോ? 20 × 8 160 ആണ്. 187 നിന്നും 160 കുറച്ചാൽ ബാലൻസ് 27 വരും. ഇപ്പം നമ്മൾ എടുത്തത് 20 × 8 160 ആണ്. ഈ 27 8ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. 3 × 8 24. ബാലൻസ് 3. 3 × 8 24. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഈ ശിഷ്ടവും കൂടെ കൂട്ടിയെങ്കിലേ നമുക്ക് 987 കിട്ടത്തുള്ളൂ. 984 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ കൂടെ 3 ശിഷ്ടമായ റിമൈൻഡർ ആയ 3 കൂടെ കൂട്ടുമ്പോഴേ നമുക്ക് 987 കിട്ടത്തുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ ഒരു പാറ്റേൺ തയ്യാറാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 9/8 മടങ്ങെന്ന് വെച്ചാൽ ടൈംസ് ആണെന്ന് ഞാൻ പറയായിരുന്നു. ടൈംസ് 1 മിച്ചം കുഞ്ഞില്ല. 9/8 എന്ന് വെച്ചാൽ അതിൻ്റെ നമുക്ക് 1 കിട്ടി. ശിഷ്ട അല്ലെങ്കിൽ മിച്ചം 1 കിട്ടി. 98/8 12 കിട്ടി. മിച്ചം 2 കിട്ടി. 987/8 123 കിട്ടി. മിച്ചം 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ 9 98 98 987 9876 എങ്ങനെയായിരിക്കും? അത് എത്ര ടൈംസ് ആയിരിക്കും? മടങ്ങല്ലെങ്കിൽ ടൈംസ്. ഇടാ 1 2 3 4 അല്ലേ? മിച്ചം ഇതിങ്ങനെ കൂടിക്കൊണ്ടേ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഇതിനാണ് നമ്മൾ ഇത്രയും കിടന്ന് ചെയ്തത്. അടുത്ത 9 8 7 6 5 9 8 7 6 5/8 എത്ര ടൈംസ്? ടൈംസ് അല്ലെങ്കിൽ മടങ്ങ് 1 2 3 4 5. മിച്ചം 5. ഈ പാറ്റേൺ പൂർത്തീകരിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിച്ചിട്ട് 11/9 ടൈംസ് 1 റിമൈൻഡർ 2. കണ്ടോ? ഈ ഒരു ഇംഗ്ലീഷുകാർക്ക് ഈ ഒരു ബോക്സ് ചോദിക്കും, മലയാളംകാർക്ക് ബോക്സ് ചോദിക്കും കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ. അതായത് എത്ര എണ്ണം ഈ ഇത് 9 9 8 9 8 7 9 8 7 6 9 8 7 6 5 ഇതിനെല്ലാം 8 കൊണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 1 12 1 2 3 1 2 3 4 1 2 3 4 5 1 2 3 4 ഇങ്ങനെ പോവും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും പാറ്റേൺ കേട്ടോ. അങ്ങനെ അതുപോലെയാണ് മുമ്പ് നമ്മൾ ചെയ്തത്. 11നെ 9 വെച്ച് ചെയ്തപ്പം ഒരു ടൈംസ് എന്ന് വെച്ചാൽ ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻറ്റിനെയാണ് ഈ ടൈം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. റിമൈൻഡർ 2. 111നെ 9 വെച്ച് ചെയ്തപ്പം 12 റിമൈൻഡർ 3 4 1 അല്ലേ? 1111നെ 9 വെച്ച് ചെയ്തപ്പം 1 2 3. ഇത് ഈ 1 1 2 1 2 3 1 2 3 4 ഇവിടെ 2 3 4 5 ഇവിടെ എത്ര ഒന്നുണ്ട്? 1 2 3 4 5 അങ്ങനെ ആക്കി 1 2 3 4 5 6 6 1 ഇട്ടിട്ട് 9 ഇട്ടാൽ എത്ര ടൈംസ് ആവും? 1 2 3 4 5. കാരണം ഇവിടെ എന്താ ഓരോന്ന് കൂടി 1 2 3 4 5. റിമൈൻഡറോ? ഇത് കാണുന്നവർക്ക് എളുപ്പം മനസ്സിലാവും. റിമൈൻഡർ 6. പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? ഇതിങ്ങനെ വെച്ച് ഈ പാറ്റേൺ അങ്ങ് ഫില്ല് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.